ഹല്ലേലൂയ. Hallelujah. ഇന്ന് രാവിലെ വീണ്ടും കർത്താവിനെ ആരാധിപ്പാൻ നമുക്ക് ഈ അവസരം സർവകൃപാലുവായ ദൈവം നൽകിയല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. I thank God for the opportunity God has given us to worship Him this morning. നമ്മുടെ ഗാനങ്ങളെല്ലാം നമ്മുടെ തിയോളജി, നമ്മുടെ ദൈവശാസ്ത്രം, നമ്മൾ വിശ്വസിക്കുന്നത് വെളിപ്പെടുത്തുന്നത് കൂടെയാ. അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്, നമ്മെ ശക്തീകരിക്കുന്നതാണ്. The songs that we sing are theologically helping us to be firmly founded and helping us every day. അവ ദൈവത്തെ സ്തുതിപ്പാൻ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, അതോടൊപ്പം തന്നെ നമ്മോട് തന്നെ മിനിസ്റ്റർ ചെയ്യുന്നത് കൂടെയാണ്. And those songs are not only to praise God but also ministers to us every day. നമ്മുടെ മലയാളം ഇംഗ്ലീഷ് ടീമുകൾ മനോഹരമായ ഗാനങ്ങൾ അവർ പ്രാക്ടീസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് തിരഞ്ഞെടുത്ത് നമുക്ക് വേണ്ടി പാടുകയും ആരാധനയിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം I thank God for our worship teams as in Malayalam as well as in English, leading us to worship God in the presence of God. ഞാൻ നേരത്തെ പലവട്ടം ഓർപ്പിച്ചതുപോലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടതുപോലെ കുടുംബത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത്. As we have been hearing for the last several weeks, we have been talking about family. ഫാമിലിയെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു. We have been hearing many things. There are many aspects of the family. ഒരു കുടുംബത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ, പ്രമാണം എന്തായിരിക്കണമെന്ന് നമ്മൾ കേട്ടു. We have heard what the foundation of a family should be on. ഒരു കുടുംബത്തെ എങ്ങനെ ക്രിസ്തുവിൽ പണിതെടുക്കണമെന്ന് നമ്മൾ കേട്ടു. We also have heard how we can build a house or home on Christ. കുടുംബത്തിലെ ഭർത്താവിന്റെ ഭാര്യയുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് കേട്ടു. We also heard about the responsibilities of the husband and the wife in the home. മക്കളെ എങ്ങനെ പോറ്റി പുലർത്തണം, എങ്ങനെ വളർത്തിയെടുക്കണം എന്നുള്ള കാര്യം കേട്ടു. We also heard about how to raise children in a home. മക്കൾക്ക് കുടുംബത്തിൽ പേരൻസിനോടുള്ള റിലേഷനിലും സിബ്ലിങ്സിനോടുള്ള റിലേഷനിലും എങ്ങനെ അവര് ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ച്. And also heard about the children in relationship to their parents as well as to their siblings. How do they need to conduct themselves? ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് അതിന്റെ ഒരു റാപ്പ് അപ്പ് ചെയ്യുന്ന ലാസ്റ്റ് മെസ്സേജ് ആയിട്ടാണ് ഞാനിത് പ്ലാൻ ചെയ്തത്. Today we're going to wrap up this message as the last concluding message. എങ്ങനെയാണ് നമ്മൾ ഏവരും അറിഞ്ഞതുപോലെ കേട്ടിട്ടുള്ളതുപോലെ കുടുംബങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും വലിയ വലിയ ചലഞ്ചസിനെ ഈ തലമുറയിൽ നേരിടുന്നുണ്ട്, വലിയ വെല്ലുവിളികളെ നേരിടുന്നുണ്ട്. Our children and family members are facing great challenges in this generation in our homes. ചലഞ്ചസിനോട്, വെല്ലുവിളികളോട് പ്രതികരിക്കുവാൻ എങ്ങനെ നമ്മുടെ കുടുംബങ്ങളെ, വിശേഷാൽ നമ്മുടെ മക്കളെ ഒരുക്കിയെടുക്കണം. How do we prepare our children to respond to those challenges in our homes? അതാ ഇന്ന് പകല് നമ്മൾ കേൾക്കാൻ പോകുന്നത്. And that is what we're going to hear this morning. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. We need your prayers. വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണം. നമ്മുടെ അറ്റൻഷൻ വേറെങ്ങും പോകരുത്. And I request that you sit with a prayerful attitude. Our attention should be focused here. ഒരു ചെറിയ വ്യത്യാസം നിങ്ങളുടെ മുഖഭാവത്തിന് ഉണ്ടായാൽ പോലും എനിക്കത് മനസ്സിലാക്കാം. And we can see even a minor changes on your facial expressions we can identify. 1979 മുതൽ ഞാൻ ഒരു ടീച്ചറായിരുന്നു. I've been a teacher since 1979. അപ്പോൾ ഓരോ മുഖഭാവങ്ങളും വ്യത്യാസങ്ങളും അല്ലെങ്കിൽ ശ്രദ്ധിക്കുമ്പോഴും ശ്രദ്ധിക്കാതിരിക്കുമ്പോഴും നിങ്ങൾക്ക് സന്തോഷമുള്ളപ്പോഴും അല്ലാത്തപ്പോഴും തിരിച്ചറിയാൻ പറ്റും. I can recognize when you're sad and happy and when you're paying attention or not. I can see your facial expressions. അതുകൊണ്ട് ഞങ്ങളെ തന്നെ നോക്കിയിരിക്കണം. Because of that, please pay attention to us. എന്നെ നോക്കി മടുക്കുമ്പോൾ സാമിനെ നോക്കണം. Especially if you get tired of me, look at this good looking guy next to me. Yeah. You should have added the young man also. Young good looking guy. Anyhow, praise God. 119 സങ്കീർത്തനത്തിന്റെ 9 വാക്യം നമുക്ക് പരിചിതമായ വാക്യം എങ്കിലും ഒന്ന് വായിച്ചു തുടങ്ങാം. Psalm 119 verse 9 is a familiar passage that we're going to read today. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. How can a young person stay on the path of purity by living according to your word? ഈ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. All of us know this verse, very familiar. അനേക പ്രാവശ്യം ഇതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, നമ്മളിത് പ്രാർത്ഥിക്കുന്നതാണ്, എല്ലാം ഉള്ളതാണ്. We have heard this, we're reminded of this, we memorize this verse. എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ നമ്മൾ വചനത്താൽ സൂക്ഷിച്ച്
അതിൽ പരിശീലിപ്പിച്ച് വളർത്തുവാൻ. How do we train our young people according to the word of God? എങ്ങനെയാണ് അവർ നേരിടുന്ന ചലഞ്ചസിന്, വെല്ലുവിളികൾക്ക് അവരെ ഒരുക്കിയെടുക്കുന്നത്? So how do we prepare our young people for the challenges they face daily? ഇതൊരു ടോപ്പിക്കൽ മെസ്സേജ് ആണ്, ഒരു വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു സന്ദേശമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഭാഗങ്ങൾ എടുത്ത് അത് വ്യാഖ്യാനിച്ചുള്ള ഒരു മെസ്സേജ് അല്ല. This is a topical message, not a detailed study of the word. ഒന്നാമത്തെ കാര്യം നമ്മൾ ഓർമ്മയിൽ വെച്ചുകൊള്ളേണ്ടത്, strengthen our homes as the primary place of discipleship. The first thing that we need to recognize is our home should be the primary place of discipleship. ശിഷ്യത്വത്തിന്റെ ആദ്യ പരിശീലനം നടക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിലാണ്. The basics of discipleship should start at home. അത് ചർച്ചിനായിട്ട് വിട്ടുകൊടുത്തിട്ട് നമ്മൾ കയ്യും കെട്ടിയിരിക്കരുത്. Don't leave that responsibility to the church and then you sit idle. അത് ചർച്ച് ടേക്ക് കെയർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് ആരും ഇരിക്കരുത്. Don't let anybody think that church should take care of that responsibility. ശിഷ്യത്വത്തിന്റെ പരിശീലനം ആരംഭത്തിൽ തന്നെ ആരംഭിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ. And the discipleship process should start at home from the beginning. നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു ചെറുപ്പക്കാരനെ, ഒരു ടീനേജറെ കണ്ടിട്ടുണ്ടോ? ഒരു വീട്ടിലേക്ക്, ഒരു കെട്ടിടത്തിലേക്ക്, ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഇങ്ങനെ നടന്നു കയറുന്നു. Do you see or picture a young man who is walking into a building or a facility? ആരെയും ഗ്രീറ്റ് ചെയ്യാതെ, ആരോടും ഹലോ പറയാതെ, ആരോടും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാതെ, ഒരു പ്ലസൻട്രീസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാതെ ആദ്യം ചോദിക്കുന്നത്, വാട്ട് ഈസ് ദ വൈഫൈ പാസ്വേഡ്? Have you seen a teenager walking into a place or a home without saying any greetings or pleasantries, and then the first question asked is, what is the Wi-Fi password? Parents can wait, relatives can wait, Holy Spirit can wait, but Wi-Fi cannot. എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം, പേരൻസിനും വെയിറ്റ് ചെയ്യാം, എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം, പക്ഷേ വൈഫൈ പാസ്വേഡിന് മാത്രം വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മുടെ ഈ ജനറേഷനെ കാണിക്കുന്നതും കൂടിയാണ്. It shows our generation. ഇത് പ്രായമുള്ളവരും ചിലര് ഇങ്ങനെ തന്നെയാണ്. Some of the older ones are just like that. How plugged in we are with all these amenities, with all these facilities. ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ പ്ലഗ്ഡ് ഇൻ ആണ്. ഈ ഫെസിലിറ്റീസിലൊക്കെ നമ്മൾ റിലൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതേ സമയം തന്നെ ഓർത്തുകൊള്ളണം, ഈ കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാര് ഈ വൈഫൈ പാസ്വേഡ് ചോദിക്കുമ്പോൾ അവർക്കൊരു കണക്ഷന് വേണ്ടി അവർ ഡെസ്പറേറ്റ് ആണ്. They are desperate for a connection to connect with something when they ask for the password. അപ്പോൾ അവരെ ദൈവവചനത്തിൽ it is the best time to get them hooked with the word of God. ദൈവവചനത്തിൽ അവരെ പരിശീലിപ്പിക്കേണ്ട ഒരു നല്ല സമയമാണ് അപ്പോൾ. ദൈവവചനവുമായിട്ടുള്ള താതാത്മ്യം, ആഭിമുഖ്യം അവർക്ക് ഉണ്ടാക്കി എടുക്കേണ്ട സമയമാണിത്. And that is the time that you should be training them in the word of God so they will assimilate with the word. അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്, സിബ്ലിംഗ്സിന്റെ, എൽഡർ സിബ്ലിംഗ്സിന്റെ ഉത്തരവാദിത്തം. And that is the greatest responsibility of the parents as well as the siblings. ടിക്ടോക്കിൽ ബന്ധപ്പെട്ടിരിക്കുന്നതിനേക്കാൾ, ഫേസ്ബുക്കിൽ ബന്ധപ്പെട്ടിരിക്കുന്നതിനേക്കാൾ, ഇൻസ്റ്റയിൽ ബന്ധപ്പെട്ട് അനേക സമയങ്ങൾ ചെലവഴിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാ ഈ ദൈവത്തിന്റെ വചനം കയ്യിലെടുത്തൊന്ന് പഠിക്കുന്നതും വായിക്കുന്നതും. How wonderful it is to be involved in the studying and the reading of the word of God more than Instagram or Facebook and all the other social medias. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്നെ ഒരു പഴയ മനുഷ്യനായിട്ട് കാണുമായിരിക്കും. So don't you see me as an old timer when I say these things. പക്ഷേ എങ്ങനെയോ ദൈവവചനത്തോടുള്ള ഒരു ആർത്തിയും സ്നേഹവും എൻ്റെ ഉള്ളിൽ കടന്നുകൂടി. And somehow I have a craving for the word of God in my heart. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, 9th ഗ്രേഡിൽ പഠിക്കുമ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. When I was in 9th grade is when I got saved. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പം തന്നെ ദൈവവചനത്തോടുള്ള വലിയൊരു ആർത്തി എൻ്റെ ഉള്ളിൽ കടന്നു. As soon as I got saved, there was a craving or a desire for the word of God in my mind. സ്കൂളിൽ നിന്ന് മടങ്ങി വന്നാൽ ചായ കുടിച്ചാൽ അന്നേരം ദൈവത്തിന്റെ വചനമായിട്ടിരിക്കുവാൻ. When I come home from school and as I was having my tea, there was a craving for the word of God. Within few months ഞാൻ പുതിയ നിയമം മുഴുവൻ വായിച്ചു തീർത്തു. After I got saved, within few months I finished all of New Testament. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സിൽ എനിക്ക് ദൈവവചനം ലഭ്യമായി. And in my class also, in my school I studied, the word of God was available. ഞാനൊരു പെന്തക്കോസ്തുകാരനായെന്ന് എൻ്റെ ക്ലാസ് ടീച്ചർ അറിഞ്ഞു. My class teacher found out that I became a Pentecostal. അവിടെ ക്ലാസ്സിൽ ഞാനല്ലാതെ വേറെ ആരും പെന്തക്കോസ്തുകാരാണ്. There was nobody in my class other than me as a Pentecostal. അപ്പോൾ ഒരു ദിവസം രാവിലെ അറ്റൻഡൻസ് എടുത്തിട്ട് എന്നെ മുന്നോട്ട് വിളിച്ചിട്ട് തന്റെ കയ്യിലിരുന്ന ഒരു ഗിഡെയോൻസിന്റെ വേദപുസ്തകം എൻ്റെ കയ്യിൽ. So one day after the class started, he called me to the front of the class and gave me a Gideon's Bible.
എന്നിട്ട് പറഞ്ഞു, കുര്യാക്കോസ്, ഇതിൽ നിന്ന് എന്നും രാവിലെ അരമണിക്കൂർ ക്ലാസ്സിൽ വരണം, നിന്റെ കൂട്ടുകാരുടെ മുമ്പിൽ ഈ ബൈബിളിൽ നിന്ന് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. So he asked me that, Kyriakos, I want you to preach from this word every day for half an hour to your friends. ഞാൻ അത് വളരെ ഭയത്തോടെ, പരിഭ്രമത്തോടെ, വിറയലോടെ ചെയ്യാൻ തുടങ്ങി. I was trembling and I was very afraid. I started doing that. അതിനെ എന്നെ സഹായിച്ച എന്റെ പാസ്റ്ററും മറ്റു പലരും ഉണ്ട്. And there were pastors and others who helped me to share that word. ഞാൻ പറഞ്ഞത് ദൈവവചനത്തിന്റെ ഒരു സാക്ഷിയായിട്ട് അന്ന് ആരംഭിച്ചതാ. And I started as a witness of the gospel then. 1971 കുറിച്ചാണ് ഞാൻ പറയുന്നത്. I'm talking about 1971. അപ്പം ഇപ്പൊ എത്ര വർഷമായി? 54 വർഷം മുമ്പ്. It's been 54 years since I started. പക്ഷെ ദൈവത്തിന്റെ വചനത്തോടുള്ള വലിയ ഒരു തീരാത്ത ആഗ്രഹമുണ്ടായി. There's a craving and a non-stop appetite for the word of God. നമ്മുടെ കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ വചനവുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കണം. So we need to start connecting our young people, our children to the word of God. അവരെ റെസിസ്റ്റ് ചെയ്തെന്നിരിക്കും, അവര് ഡിസ്കറേജ് ചെയ്തെന്നിരിക്കും, അവര് നമ്മളെ കേൾക്കുന്നില്ല എന്ന് തോന്നിയേക്കാം. ബട്ട് സംഹൗ അത് അവരിൽ അടിച്ചേൽപ്പിച്ചാണെങ്കിലും എന്ന് പറയുന്നത് പോലെയാണെങ്കിലും അത് നമ്മൾ പ്രാക്ടീസ്. They may resist, they may push back, but somehow, even forcefully, you need to get them involved and encouraged in the word of God. പുസ്തകം 6-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. In Deuteronomy chapter 6 verse 6 and 7 we read, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. These commandments that I will give you today are to be എന്ന് പറഞ്ഞാൽ in your hearts. പേരന്റ്സിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. That means first it needs to be in the hearts of the parents. നമ്മളിൽ എത്ര പേർക്ക് പറയാൻ പറ്റും, ദൈവത്തിന്റെ വചനമാണ് എന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത്? How many of you can claim the word of God is inside of me? നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ മറ്റു പലതുമായിരിക്കുന്നതെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. If our heart is full of other things, then you cannot teach your children the word of God. അത് കഴിഞ്ഞ് 7-ാം വാക്യത്തിൽ പറയാ, അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. In verse 7 it says, impress them on your children. നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ കുറിച്ച് സംസാരിക്കണം. Talk about them when you sit at home, when you walk along the road, when you lie down and when you get up. ടയർഡായിട്ട് തോന്നരുത്. Don't get tired of reading the word. കേട്ട് മക്കൾ മടുത്തു പോകുമെന്ന് ആരും ഓർക്കരുത്. Don't think that your children will get tired of hearing this. അവരെ പണിതെടുക്കാനുള്ളതായി വചനം. This is to build them and equip them. That is why the word of God is അവരുടെ here. ജീവിതത്തെ സഫലമാക്കാനുള്ളതാ. And to be fruitful and fulfill their life. That is why the word of God is ദൈവത്തിന് here. ഉപയോഗമുള്ളവരായി അവരെ തീർക്കാനുള്ളതാ. Them to make them useful for God and the kingdom of God. That is why the word is given to us. Intentional ആയിട്ട് faith habits ഉണ്ടാക്കിയെടുക്കണം. So we need to be intentional and create those faith habits in our വചനം children. പറഞ്ഞത് ഉണ്ടാക്കണം. And we need to share the word of God. നമ്മൾ പ്രാർത്ഥനയിലും അതിൽ ലഭിച്ച മറുപടികളെ കുറിച്ച് പറഞ്ഞ് അവരിൽ ആ ശ്രദ്ധയും അവരുടെ താല്പര്യവും ജനിപ്പിക്കുവാൻ You need to ശ്രമിക്കണം. generate that interest in them, talking to them about the prayers God has answered in your life. നമ്മുടെ എത്ര വീടുകളിൽ വിശ്വാസ വിഷയങ്ങളെ കുറിച്ചുള്ള സംസാരം ഭവനങ്ങളിലുണ്ട്? How many of you have common conversations in your home about faith living? സൺഡേയിൽ ദൈവത്തിന്റെ വചനം കേട്ടു. We heard the word of God on Sunday. മടങ്ങി പോകുമ്പോൾ തൊട്ടേ മറ്റുള്ളവരെ കുറിച്ചാണോ? But as we leave the church, you talk about others. മറ്റുള്ളവരുടെ ജീവിത ക്രമത്തെ കുറിച്ചോ അവരുടെ കുറവുകളെ കുറിച്ചോ അത് ചൂണ്ടിക്കാണിക്കാനോ ഒക്കെയാണോ നമ്മുടെ പരിശ്രമം? And are we trying to show the pitfalls or drawbacks of others? Is that what we are trying to do? അതോ എങ്ങനെ എൻ്റെ മക്കളിൽ ദൈവവചനം കൊടുക്കാം, അതിനെ അവരിൽ അതിൽ സമ്മർദ്ദം ചെലുത്താമെന്നുള്ളതാണോ നമ്മുടെ? Or are you thinking about how can I instill this word of God in my children? ഫാമിലി ഡിവോഷൻസ് എത്ര കുടുംബങ്ങളിലുണ്ട്? How many of you have family devotions at home? റെഗുലർ പ്രയറും ബൈബിൾ റീഡിങ്ങും വർഷിപ്പും എത്ര കുടുംബങ്ങളിൽ എൻഫോഴ്സ് ചെയ്യുന്നുണ്ട്? How many of you enforce regular reading of the word of God and family prayer? നിങ്ങൾ വ്യക്തികളായിട്ട് ബൈബിൾ വായിക്കുന്നുണ്ടോ എന്നുള്ളതല്ല. I'm not asking individually are you reading the word of God. വ്യക്തികളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുമല്ല ചോദിക്കുന്നത്. I'm not also asking you you're individually praying. എന്നാൽ നമ്മുടെ കുടുംബങ്ങളിൽ എൻഫോഴ്സ് ചെയ്തിരിക്കുന്ന പ്രയർ ടൈം. I'm talking about the prayer time as a family in your home. ഒരുമിച്ചിരുന്നുള്ള ദൈവവചനത്തിന്റെ വായന. And sitting together to read the word of God. ഒരുമിച്ചിരുന്നുള്ള ആരാധന. Worshiping together as a family. എത്ര കുടുംബങ്ങളിലുണ്ട്? How many of you do that?
ഇതിന് ഭർത്താവും ഭാര്യയും താല്പര്യം കാണിക്കണം. And both the husband and wife show interest in this. ഒരാൾക്ക് മാത്രമേ താല്പര്യമുള്ളെങ്കിൽ ആ താല്പര്യം കുറച്ച് നാൾ കഴിയുമ്പോൾ ഡൈ ഡൗൺ ചെയ്യും. But if only one person is interested, it will die down after a while. എന്നാലും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. But you need to continue to try to make this ഒരുമിച്ചുള്ള happen. പ്രാർത്ഥനയും ഫാമിലി ഡിവോഷൻസും നെഗ്ലക്ട് ചെയ്യാൻ ഇടയാകരുത്. Do not neglect the family prayer and worshiping and praying together. സ്പിരിച്വൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നമ്മുടെ മക്കളെ അനുവദിക്കണം. And you should allow your children to ask spiritual questions. നീ പോയി പാസ്റ്ററോട് ചോദിക്കാൻ പറയരുത്. Don't tell them to go ask the pastor. എല്ലാം മനസ്സിലാകുന്നില്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ വേണമെങ്കിൽ പറയാം. And you could do that if you don't understand the whole concept. എല്ലാം അറിയാവുന്ന ആരുമില്ലല്ലോ. There is nobody who knows everything. എന്നാലും നമുക്ക് തന്നെ ചില കാര്യങ്ങൾ നമ്മുടെ അനുഭവത്തിൽ നിന്നും പരിചയത്തിൽ നിന്നും പഴക്കത്തിൽ നിന്നും പറഞ്ഞു കൊടുക്കാൻ കഴിയണം. You can share your own experiences, and from your own a reading of the word, you can share that to your children. വിശ്വാസ വിഷയങ്ങൾ എടുത്തിടണം. And you need to bring up topics of faith in your നമ്മുടെ home. ഡൈനിങ് ടേബിളിൽ അത് ഇൻട്രോഡ്യൂസ് ചെയ്യണം. And we need to introduce that in our dining hall when you're eating food. അല്ലാതെ മറ്റുള്ളവരെ കുറിച്ച് പറയാൻ അല്ല സമയം Don't എടുക്കേണ്ടത്. use that time to talk about others. വെറുതെ ദുരുപയോഗിക്കുന്ന സമയങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ടൊന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ എന്തെല്ലാം വലിയ കാര്യങ്ങൾ നടന്നേനെ. We can accomplish great things to your children if you use those time for useful things. വിശ്വാസ വിഷയങ്ങൾ എടുത്തിടെ. We need to talk about topics of faith. എങ്ങനെ നമുക്ക് കർത്താവിനോട് കൂടുതൽ അടുക്കാം? How can we get closer to the Lord? ഇന്ന് നമ്മൾ കടന്നു പോകുന്ന വലിയ ചലഞ്ചസിൽ എങ്ങനെ നമുക്ക് അതിനോട് പ്രതികരിക്കാം? The challenges we are facing today, how can we face those difficulties? ദൈവത്തിന്റെ വചനം എന്തുവാ പറയുന്നത്? What does the word of God say? അതെല്ലാം നമുക്ക് എടുത്തു പറയാം, നമ്മുടെ കുടുംബങ്ങളിൽ പറയാം. Let us reiterate those things. Let's talk about those in our homes. നമ്മുടെ വീടുകളിൽ ഡിസൈപ്പിൾഷിപ്പ് നടക്കണമെങ്കിൽ നമ്മൾ ഫെയ്ത്തിനെ മോഡൽ ചെയ്യണം. And we need to model faith if we need to happen discipleship at home. ഈ ഓതന്റിക് ലിവിംഗ് ഉണ്ടാകണം. നമ്മൾ സത്യസന്ധതയോടെ ഇന്റഗ്രിറ്റിയോടെ അഖണ്ഡതയോടെ നമ്മൾ നടക്കാനിടയാകണം. We need to walk in integrity and model authenticity at home. ഇമേജ് മാനേജ്മെന്റിലാ പലരും ജീവിക്കുന്നത്. Many of us live in image management. പുറത്തൊരു ഇമേജ്, അകത്ത് യാഥാർത്ഥ്യം വേറെ. And outside there is one way, but inside there's a different സഭയിൽ ഒരു way. ഇമേജ്, കുടുംബത്തിൽ വേറൊരു ഇമേജ്. And an image at church, and there's another image at home. മക്കളുടെ അടുത്ത് അത് വർക്ക് ചെയ്യത്തില്ല It കേട്ടോ. does not work with your children. ഒരുപക്ഷെ അവർ ചോദ്യം ചോദിക്കുന്നില്ലായിരിക്കാം. They may not be asking you a question. നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ അവർ റിബല്യസ് They may ആകുന്നില്ലായിരിക്കാം. not be rebellious in front of your eyes. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. But within their heart, they may be saying, ഈ പറയുന്നതല്ലാതെ പ്രവൃത്തിയൊന്നും കാണുന്നില്ലല്ലോ പപ്പ, മമ്മി. all I say is my parents talking about it. They don't live this. ഇപ്പൊ ക്രിസ്ത്യാനിറ്റി റിലേഷണൽ ആകണമെങ്കിൽ നമ്മൾ തന്നെ ആ മോഡൽ ചെയ്ത് കാണിക്കണം. If Christianity needs to be relational in your family, then you need to model that at home. നമ്മോട് ഉപദ്രവിച്ചവരെ, നമ്മെ ഉപദ്രവിച്ചവരെ, നമ്മെ കുറിച്ച് ദോഷം പറയുന്നവരോട് നമ്മൾ എങ്ങനെ ക്ഷമിക്കുന്നെന്ന് നമ്മുടെ മക്കള് കാണണം. Our children should see how we forgive those who done wrong to us, how we forgive. We need to model that. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ ഒന്നും ഇല്ലല്ലേ? സ്തോത്രം. ഈ അത്യന്താപേക്ഷിതമായ കാര്യം reevaluate our priorities, our own priorities. It is very essential that we need to evaluate our own priorities. നമുക്ക് ഒരുപാട് ഓവർ കമ്മിറ്റ്മെന്റ് ഉണ്ട് പല കാര്യങ്ങളും. Many of us are over committed in our time. ശ്രദ്ധിച്ച് കേൾക്കണേ. I want you to pay attention. ഇത് സത്യമായ ഒരു കാര്യമാണ്. This is something very true. ഒരുപാട് കാര്യങ്ങളോടുള്ള ഓവർ കമ്മിറ്റ്മെന്റിൽ നമ്മൾ ഇങ്ങനെ ജീവിതം ഇങ്ങനെ ഒഴുകി. We are just going through the motions of life, over committed to things that are not necessary. അർത്ഥപൂർണമായ ജീവിതം വളരെ കുറവ്. There's only very few are living a meaningful life. ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയുള്ള ജീവിതം വളരെ കുറവ്. There is only a very few are living with the purpose of the word of God. നമ്മുടെ തന്നെ പ്രയോറിറ്റീസ് തെറ്റിക്കിടക്കുന്നത് നമ്മുടെ മക്കൾക്ക് ഒബ്വിയസാ. അവരുടെ നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. Our children can see with their own naked eyes that it is very obvious that our priority and purpose is എന്റെ misled. പപ്പയും മമ്മിയും പ്രാർത്ഥിക്കുന്നില്ല. My parents do not pray. എന്റെ പാപ്പയും മമ്മിയും വചനം വായിക്കുന്നില്ല. My mom and dad do not read the word of God. ആരാധനയെ കുറിച്ചോ ആത്മീയ കൂട്ടായ്മകളെ കുറിച്ചോ ഏറ്റവും ലീസ്റ്റ് ബോധേഡ്. They are least bothered about worship or going to worship. വരാതിരിക്കാൻ എന്തെങ്കിലും എക്സ്ക്യൂസ് ഉണ്ടോ എന്നാ പലരും നോക്കുന്നത്. They often look for excuse not to attend. ഇവിടുത്തെ കാര്യമല്ലെന്ന് നിങ്ങൾക്കറിയാവല്ലോ. I know I'm not talking about any of you. മക്കൾ കാണുന്നുണ്ട് ഇതെല്ലാം. But your children are witnessing this. ഒരു വീട്ടിലൊരു അപ്പൻ ഈസി ചെയറിൽ കിടന്ന്
ഇങ്ങനെ കാലുമൊക്കെ പൊക്കി വെച്ച് സൺഡേ മോർണിംഗിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുക. And a father was on his easy chair recliner reading a newspaper on a Sunday morning. എഴുന്നേറ്റ ഉടനെ ഒരു ചായയൊക്കെ ചോദിച്ച് അദ്ദേഹം ആ ചെയറിലേക്ക് പോയി ഇങ്ങനെ കാലൊക്കെ പൊക്കി വെച്ച് കിടന്ന് പത്രം വായിച്ച് നീണ്ട സമയങ്ങൾ. As he got up early morning, he asked for a tea and went to the recliner and was reading the newspaper. കുറെ സമയം കഴിഞ്ഞപ്പോൾ മോനോട് ചോദിച്ചു, മോനെ നീ സൺഡേ സ്കൂളിൽ പോകുന്നില്ലേ? And after a while he asked the son, hey, are you going to Sunday school? മോൻ ചോദിച്ചു, പാപ്പ ചെറുപ്പത്തിൽ സൺഡേ സ്കൂളിൽ പോകുമായിരുന്നു. And so the son asked, Dad, did you go to Sunday school when you were young? പാപ്പ പറഞ്ഞു, പിന്നെ ഞാൻ ഡെഫിനറ്റ് ആയിട്ട് എല്ലാ ഞായറാഴ്ചയും സൺഡേ സ്കൂളിൽ. And the father replied, yes, surely I went to Sunday school when I was young. മോൻ പറഞ്ഞു, എന്നാ ഞാൻ പോകുന്നില്ല. And the son said, then I'm not going. പാപ്പ അന്ന് മുഴുവൻ പോയിട്ടും ഇതാണല്ലോ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. So you went to Sunday school all your life, but this is what you do. പത്രം വായിക്കുന്നത് തെറ്റൊന്നുമില്ല കേട്ടോ. There's nothing wrong with reading the പക്ഷേ newspaper. ദൈവത്തിന്റെ വചനം കയ്യിലെടുക്കുന്നില്ല. But don't take the word of God in your എന്തോ hands. ഉദാഹരണമോ എന്തോ മാതൃകയാണ് നമ്മുടെ മക്കളുടെ മുമ്പിൽ നമ്മൾ വയ്ക്കുന്നത്. So what kind of example are you setting in front of your children? ഭയത്തോടെ ദൈവത്തിന്റെ വചനം കയ്യിലെടുക്കുന്നതും മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കുന്നതും കൈകൾ ദൈവത്തിങ്കലേക്ക് മലർത്തുന്നതും സത്യസന്ധതയോടെ അത് ചെയ്യുന്നത് മക്കൾ കാണട്ടെ. With integrity, you taking the word of God and praying to God and let our children witness what we do in our homes. നമ്മുടെ ജോലിയും ഓട്ടവും അധ്വാനവും എല്ലാമായിട്ട് മറ്റൊന്നിനും സമയമില്ലാതെ കുടുംബം ശ്രദ്ധിക്കാൻ, മക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ലാതെ നമ്മൾ ജീവിക്കാൻ ഇടയാകരുത്. Let us not live a life that is so busy that you don't have time to pay attention to your children and you are so busy. ഡിസൈപ്പിൾഷിപ്പ് കുടുംബങ്ങളിൽ തുടങ്ങണം. And the disciples should start at home. മക്കൾ ശിഷ്യന്മാരായി ശിഷ്യകളായി വളർന്നു വരുന്നത് കണ്ട് സന്തോഷിക്കാൻ നമുക്കിടയാകണം. Let God help us that our children will grow up to be disciples of Christ, and that's the most blessed thing. ഹല്ലേലൂയ. Amen. നമ്മുടെയൊക്കെ പ്രയോറിറ്റി ഒത്തിരി തെറ്റി കിടപ്പുണ്ടോ? Our priorities are messed up. ഉണ്ടെങ്കിൽ ദൈവത്തോട് പറയാൻ, കർത്താവേ എന്നെ സഹായിക്കണേ. If that is the case, let us ask the Lord to help me. എൻ്റെ ഉപദേശങ്ങളിൽ കൂടെ മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ കൂടെ ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. Not only through my advices but through my life I'm going to demonstrate you to my children. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പ്രവൃത്തികളിൽ കൂടെ ക്രിയേറ്റ് സ്പേസ് ഫോർ ഗോഡ് ആൻഡ് ഫാമിലി. ദൈവത്തിനും നമ്മുടെ കുടുംബത്തിനും നമ്മൾ സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം. We need to create the space for God and family through our lives. നമ്മൾ ഒത്തിരി ക്രൗഡഡ് ആയിട്ട് ജീവിച്ചു പോയാൽ ദൈവത്തിനുള്ള സ്പേസ് കാണത്തില്ല. When we live or crowd ourselves with so many other things, there will be room for God. കുടുംബത്തിനുള്ള സമയം കാണത്തില്ല. There won't be room for family. മത്തായി 6:33 നമ്മൾ വായിക്കുന്ന പരിചിതമായ വാക്യം. In Matthew 6:33 we read, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലവും ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. seek ye first the kingdom of God and his righteousness, and all these things will be added to you. നമ്മുടെ മക്കൾക്ക് ഒരു വലിയ ഹങ്കർ ഉണ്ട് അല്ലേ? Our children has this great hunger. ഒരു കൊച്ചു കുഞ്ഞിനൊരു പിസ്സ കൊടുത്തേ, A small child, give them pizza, അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. they will be happy. എന്നാൽ ഒരു ടീനേജറിന് ഒരു പിസ്സയുടെ ഒരു പീസ് കൊടുത്തേ, But you give a teenager a piece of pizza, അപ്പം ആ ടീനേജർ ചോദിക്കും, വേർ ഇസ് ദ റെസ്റ്റ്, ബാക്കി എന്ത് ചെയ്യും? then they will ask, where's the rest of it? അപ്പം ഒരു പീസ് ഒന്നും കൊടുത്ത് നിർത്താൻ പറ്റിയല്ല. But you cannot contain them by giving them one piece. അവർക്ക് വലിയൊരു വിശപ്പുണ്ട്, ഒരു ഹങ്കർ ഉണ്ട്, ഒരു നോ ബോട്ടം ഫോർ ദാറ്റ് ഹങ്കർ. They have a great appetite and a hunger for more. സ്പിരിച്വലി ഇത് ശരിയാ. This is also true spiritually. അങ്ങോട്ടൊരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തു നോക്കി. But you got to create that space for them. സ്നേഹത്തോടെ അവരോട് ഇടപെട്ട് നോക്കിക്കേ. Lovingly deal with them. നമ്മുടെ ജീവിതത്തിന്റെ കുറെ വിശ്വാസത്തിന്റെ കഥകളൊക്കെ അവരോടൊന്ന് പറഞ്ഞു കൊടുത്തു നോക്കിക്കേ. Tell of the stories of faith that you have experienced in your life. കോപിച്ചും ക്രോധത്തിലായുമല്ല. Not be angry and upset with them. സ്നേഹത്തോടെ അവരോടൊന്ന് പറഞ്ഞു കൊടുത്തു. But lovingly talk to them. ഹല്ലേലൂയ. Amen. അവരുടെ വിശപ്പ് ഇങ്ങനെ കൂടി വരും. Their appetite will increase. അവരുടെ ക്രിസ്തുവിലുള്ള വ്യക്തിത്വത്തിന് വേണ്ടി, സത്യത്തെ അറിയാനായി, അതിനുവേണ്ടി നിൽപ്പാൻ എല്ലാമുള്ള ആ ഹങ്കർ ഇങ്ങനെ കൂടി വരും. They will increase in their identity in Christ and the desire to seek the truth and understand Christ. ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം. To create a space for them. നമുക്കറിയാം, നമ്മളിൽ പലരും പ്രായമായി, നമ്മുടെ മക്കളൊക്കെ അവര് വിവാഹിതരായി, അവരുടെ കാര്യങ്ങളിലൊക്കെ ആയി പലരും.
In many homes, their older children are married and gone on. They have their own families. അതുകൊണ്ട് ഇതിൽ പലതും നമുക്കിപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരുപക്ഷെ സാധ്യമായെന്ന് For വന്നിരിക്കും. those people, may not be possible what I'm talking about. എന്നാൽ ഇപ്പോഴും കുഞ്ഞുങ്ങൾ കയ്യിൽ തന്നെയുള്ള പലരും ഉണ്ട്. But many who have children still at home in your അവരൊക്കെ hand, ഇപ്പോഴും സ്കൂളുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക, കോളേജുകളിലൊക്കെ but പഠിച്ചുകൊണ്ടിരിക്കുക. they're in their schools and colleges. ഇപ്പോഴും അവരെ നമ്മളൊക്കെയാ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ? And even now, we are supporting them അപ്പൊ financially. ഇപ്പോൾ അവർ കേൾക്കാൻ ബാധ്യസ്ഥരാ. But right now, they are obligated to listen to you. എങ്ങനെയെങ്കിലും അവരെ സ്വാധീനിക്കണം. But somehow influence those children. നമ്മുടെ കുടുംബങ്ങളിൽ ഒരു ഡിസൈപ്പിൾഷിപ്പ് ഉണ്ടാകണം. We need to have discipleship at home. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു സ്പേസ് ഉണ്ടാക്കി കഴിയുമ്പോൾ ദൈവത്തിന്റെ വചനം അങ്ങനെയല്ലേ പറയുന്നത്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. The word of God says when you create that space, they say, be still and know that I am God. Encourage them for open dialogue and hard questions in our homes. ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഒരു ഓപ്പൺ ഡയലോഗിന് വേണ്ടി അവരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം. ചിലപ്പോൾ ദൈവത്തെക്കുറിച്ച് തന്നെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ ചോദിച്ചു. They may have questions that are doubtful about the existence of God. സയൻസിനെ കുറിച്ച്, സെക്സ്വാലിറ്റിയെ കുറിച്ച് ഒക്കെ അവർ ചോദ്യം ഉന്നയിച്ചേക്കാം. They may ask about sexuality and science and all the other topics. അതിൽ അവരെ ഭയപ്പെടുത്താതെ, without fear or intimidation, അവർക്ക് ചോദിക്കാനുള്ള വിൻഡോ കൊടുക്കണം. And don't intimidate them or continue to encourage them to ask difficult questions. നമ്മൾ അവരോട് ശ്രദ്ധിക്കാൻ പറയുന്നതിന് മുമ്പേ തന്നെ നമ്മൾ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങണം. And before you ask them to pay attention, you pay attention. മക്കൾ പറയുന്ന ശ്രദ്ധിക്കുന്ന എത്ര പേരുണ്ട്? How many of you really listen to your children? മക്കൾ പറഞ്ഞാൽ കേൾക്കാനായിട്ട് ചെവി കൂർപ്പിച്ചിരിക്കുന്ന എത്ര പേരുണ്ട്? How many of you give your ears to listen to what your children ഇത് are saying? പറയാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അവരെ നമ്മൾ വഴക്ക് പറയാൻ തുടങ്ങും. And before you start saying them, you shout at them. നമ്മളൊരു ടീച്ചറിനെ പോലെയാണോ അവരോട് ഇടപെടുന്നത്, അതോ ഒരു ട്യൂട്ടറിനെ പോലെയാണോ? Do you approach them as a teacher or a tutor? ടീച്ചർ എന്ന് പറഞ്ഞാൽ someone who gives rules. Teacher is somebody who gives rules to the children. Sit down, stand up, raise your hand. No phones in the class. ഇതല്ല ടീച്ചർ പറയുന്നത്. They give them a set of rules like എഴുന്നേറ്റ് ഇരിക്കുക, ഫോൺ കൊണ്ടുവരരുത്, ഇങ്ങനെയുള്ള കുറെ റൂൾസ് ഒക്കെ അവർ പറയും. ട്യൂട്ടർ എന്ന് പറഞ്ഞാൽ sits down with the student. And the tutor actually sits down with the student, go along in the learning process. A tutor explains things at your pace. ഒരു നിങ്ങളുടെ ഒരു പേസിലാണ് ഒരു ട്യൂട്ടർ നിങ്ങളോട് സംസാരിക്കുന്നത്. A tutor helps you to understand the situation. ഒരു സിറ്റുവേഷൻസ് മനസ്സിലാകത്തക്കണമാണ് ഒരു ട്യൂട്ടർ നിങ്ങളോട് സംസാരിക്കുന്നത്. നമുക്കെല്ലാം വീടുകളിൽ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. We have a lot of teachers at home. Sit down, stand up, don't take the phone, do this, do that. We give them a lot of rules and regulations at home. Tutors കുറവാ. But we do not have enough tutors. ഒന്ന് മാറ്റി നിർത്തി, അല്ലെങ്കിൽ മാറ്റി വിളിച്ചിരുത്തി, ഒരു കൈ തോളത്തോട്ട് ഇട്ടോണ്ട് സ്നേഹത്തോടെ, അല്ലെങ്കിൽ ഒന്ന് എംബ്രേസ് ചെയ്ത് ഒരു ഹഗ് കൊടുത്ത് ഒരു വാക്ക് പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു വളരെ ചുരുക്കമുണ്ട്, എനിക്കറിയാം. I know there are few, but they were lacking in embracing them and putting your hands on their shoulder and trying to make them understand. ഒരാൾ ഇങ്ങനെ സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കൊണ്ടിരിക്കുക. One person was making a structure. ഇതാ സ്ട്രക്ചർ, ഇതിനുള്ളിൽ നീ പ്രവർത്തിക്കണം. And this you got to work in this boundary. എന്നേ മറ്റേയാൾ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. The other person was creating a trust. എനിക്ക് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ എൻ്റെ അപ്പൻ്റെ അടുത്ത്, എൻ്റെ അമ്മയുടെ അടുത്ത് പോകാം. And boldly I can go to my parents if I have a problem. അവരുടെ കൂടെ ഇരിക്കും, എന്നെ മനസ്സിലാക്കും, എന്നെ ശ്രദ്ധിക്കും, എനിക്ക് വേണ്ടത് പറഞ്ഞു തരുമെന്നുള്ള ബോധ്യം അവർക്കുണ്ടാകണം. They were for sure that my parents will spend their time to make me understand what the challenge is. God is not simply our teacher. ദൈവം നമ്മുടെ ഒരു ടീച്ചർ അല്ല. He not simply our teacher. നമ്മുടെ ടീച്ചർ മാത്രമല്ല. Yes. He is our father, our guide, നമ്മുടെ ഒരു പിതാവും വഴികാട്ടിയും നമ്മുടെ ഒരു ട്യൂട്ടറും കൂടെയാണ്. നമ്മളെ റൂൾ ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളല്ല ദൈവം. He is not standing with us with the rules and regulations. അതാ സങ്കീർത്തനക്കാരൻ 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്. That is what the psalmist says in Psalm 23. യഹോവ എൻ്റെ ഇടയനാകുന്നു, The Lord is my shepherd, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. I shall not want. പച്ചയായ ഉൾപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. He leads me to the green pastures. എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. He comfort my soul. നീതിപാതകളിൽ എന്നെ നടത്തുന്നു. Make me walk in the righteous path. ഒരു ടീച്ചറായിട്ട് റൂൾ ചെയ്യാൻ മാത്രമല്ല അവൻ കൂടെ. Not only he is to rule over us as a teacher.
നമ്മുടെ കൂടെ ഇരിക്കാനും നമ്മെ മനസ്സിലാക്കാനും നമുക്ക് മനസ്സിലാക്കി തരാനും. He sits beside us, make us understand and to go with us. ഹല്ലേലൂയ, Amen. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നു. And that's how we create space for ഒരുപാട് our children. വീടുകളിൽ സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. Many homes have structures. ഉറങ്ങാനുള്ള സമയത്ത്, എഴുന്നേൽക്കാനുള്ള സമയത്ത്, കഴിക്കാനുള്ള സമയത്ത്, ഇതിനെല്ലാം സ്ട്രക്ചർ ഉണ്ട്. There's a structure for getting up and eating and when to go to bed. All those structures are പലതും there. നല്ല കാര്യങ്ങളാണ്, വേണ്ടെന്നല്ല ഞാൻ പറയുന്നു. I'm saying those are important things. സ്ട്രക്ചർ ഉണ്ട്, പക്ഷേ ട്രസ്റ്റ് ഉണ്ടോ? But do you have structure, but do they trust you? മാതാപിതാക്കളിലുള്ള ട്രസ്റ്റ്. Their trust in their parents. ഹല്ലേലൂയ. Amen. ഞാൻ മുന്നോട്ട് പോകാം. Let us move forward. സമയം ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ മക്കളെ സഭയിലെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷന് വേണ്ടി ഒരുക്കണം. The third thing that is very important, we need to prepare our children for active participation in the church. സഭയെന്ന് പറഞ്ഞാൽ ഈ കാലത്ത് വിശേഷാൽ why church എന്ന് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട്. Today children ask, why do we go to church? ദൈവവചനത്തിൽ നിന്ന് അത് തെളിയിച്ചു പറയാൻ ഇന്നൊരു പകലിൽ എനിക്ക് സമയം. I don't have time to take examples from the word of God. എന്നാൽ സഭയുടെ അനിവാര്യതയും ദൈവത്തിന്റെ ഹിതവും ദൈവം എന്തിനു വേണ്ടിയാണ് സഭ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ പറയണം, നമ്മുടെ മക്കളോടും But പറഞ്ഞു our കൊടുക്കണം. children should understand, identify the need for the church and the purpose of the church. They need to understand. ഇതിനെ ഒരു സെൽഫി ജനറേഷൻ എന്നാ പറയും. And this generation is called a selfie generation. അല്ലേ? സെൽഫി എടുത്തുകൊണ്ട് നടക്കുന്നു. And they're focused on themselves and looking at the selfie. 200 സെൽഫി എടുത്ത് ചോരെണ്ണം പോസ്റ്റ് ചെയ്യും. And they take 200 selfies and then post one. അതാ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത്. And that is the generation we live in. പക്ഷേ യേശു പറയുന്നത് deny yourself. Jesus is saying, deny yourself. Take up your cross, follow me. നിങ്ങളുടെ കുരിശെടുത്ത് തന്നെ പിന്തുടരണം. നല്ല നല്ല കാര്യങ്ങൾ പലതും നമ്മുടെ മക്കളൊക്കെ ചെയ്യുന്നുണ്ട്, കുഞ്ഞുങ്ങൾ ചെയ്യുന്നുണ്ട്. Our children do very great things. പക്ഷേ ഒരു ബിഗർ പിക്ചർ അവരെ കാണിച്ചു കൊടുക്കാൻ നമ്മൾ മറക്കരുത്. But don't forget to show them the big picture. ഇതെല്ലാം പല നല്ല കാര്യങ്ങളും ഉണ്ട്. There are many good things. എന്നാൽ അതിപ്രധാനമായ ചില കാര്യങ്ങളുണ്ട്. There is something very significant. അത് അവരെ കാണിച്ചു കൊടുക്കാൻ മറന്നു പോകരുത്. And don't forget to point those things out to them. What is the bigger picture? എന്താണ് ഈ വലിയ പിക്ചർ? സങ്കീർത്തനം 92:13 വായിക്കുന്നു. In Psalm 92 verse 13 we read, യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. And the 92:13 I planted in the house of the Lord, they will flourish in the courts of our God. യഹോവയുടെ ആലയത്തിൽ ആര് നടുതലയായിരിക്കുന്നു അവർ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കുവാനിടയാകും. Those who are planted in the house of the Lord, they will flourish in the courts of God. ഫ്ലറിഷിങ്ങും പ്രോസ്പെരിറ്റിയും എല്ലാം ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. Flourishing and prosperity is associated with being in the house of ബിഗർ God. പിക്ചർ കാണിച്ചു കൊടുക്കണം. But we need to show them the big picture. നമ്മൾ സ്റ്റേജിൽ നിന്ന് പാടുന്നതോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നതോ സൗണ്ട് റൂമിൽ വർക്ക് ചെയ്യുന്നതോ മറ്റ് അഷേഴ്സ് ആയിട്ടോ വോളണ്ടിയേഴ്സ് ആയിട്ടോ ഒക്കെ ഓടി നടക്കുന്ന എത്ര കുഞ്ഞുങ്ങൾ നമുക്കുണ്ട്. And we have a lot of children who are volunteering on the stage or worship or in the sound room, running around and helping in the church. Very important. അവർ ചെയ്യുന്ന ദൗത്യങ്ങൾക്ക് അവരുടെ ശുശ്രൂഷകൾക്ക് ഞാൻ വളരെ വളരെ നന്ദിയുള്ളവനാണ്. I am very grateful for all the work and the volunteering they do in church. സഭ നിങ്ങളോടെല്ലാം വളരെ നന്ദിയുള്ളവനാണ്. And the church is obligated to all of you. പക്ഷേ അതുപോലെ കേട്ടോ. But that's not enough. ഒരു ബിഗർ പിക്ചർ ഉണ്ട്. But there is a bigger picture we need to യഹോവയുടെ show. ആലയത്തിൽ നടുതലയാകുക. But they need to be planted in the house of God. ദൈവവചനത്തിൽ വിറയ്ക്കുന്നവരാകുക. They should be afraid of the word of God and to be വചനത്തിൽ വളരുന്നവരാകുക. They need to be growing in the word of God. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. That is what the Lord ആ desires. ബിഗർ പിക്ചർ കാണാനായിട്ട് നമുക്ക് ഇടയാകണം. So we need to be able to see the big picture. നമ്മുടെ മക്കളെ അതിനായിട്ട് So ഉത്സാഹിപ്പിക്കണം. we need to encourage our children for that. ഇത് മാത്രമല്ല, ഇതിനപ്പുറത്തുള്ള ശുശ്രൂഷകളുമുണ്ട്. There are not only these mere duties, but there's greater than that. ദൈവം പറയുക, അതിന്റെ ശേഷം ഞാൻ എൻ്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും പകരും. The word of God says in Joel that I will send out my spirit upon all നിങ്ങളുടെ പുത്രന്മാരും human beings. പുത്രിമാരും പ്രവചിക്കും. Your young men and women shall അവർ prophesy. സ്വപ്നങ്ങൾ
ദർശനങ്ങളെ കാണും. They will have dreams. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. They will see visions. Bigger picture. And show them the big picture. നമ്മുടെ ചർച്ചിലെ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വപ്നങ്ങൾ കാണണം, ദർശനങ്ങൾ കാണണം. Our children should have visions and great things for our church and പ്രവചിക്കുന്ന community. മക്കൾ നമുക്ക് വേണം. We should have children who prophesy. ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്ന മക്കൾ നമുക്ക് We should വേണം. have children who are filled with the Holy Spirit worshiping God. ഹല്ലേലൂയ. Hallelujah. Help them to see the bigger picture. അവരെ വലിയ ഫുൾ പിക്ചർ കാണുവാനായിട്ട് നമ്മൾ സഹായിക്കണം. You know what? ഈ പ്രായമുള്ളവർക്ക് പറ്റുന്നതിനേക്കാൾ അധികം സഭയുടെ യൂണിറ്റിയിൽ ഏറ്റവും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആരാന്നറിയോ? Do you know who contribute to the unity of the church more than the older people? The younger people. The young people. കുഞ്ഞുങ്ങളെ. If you look at them. മാതാപിതാക്കളെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പല കുടുംബങ്ങളോ എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും വിഷയം ഉണ്ടായാലും Parents get involved in things that is not necessary. അതൊന്നും കുഞ്ഞുങ്ങളെ ബാധിക്കാറില്ല. But the children are not affected by it. അവരപ്പോഴും കൈ കോർത്ത് പിടിച്ചുകൊണ്ട് നടക്കും. And they hold their hands even then. അവരപ്പോഴും ഒരുമിച്ച് കളിക്കുകയും ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. And they hold their hands and play together. അവരെ കാണുമ്പോൾ തന്നെ ഡിസ്യൂണിറ്റി പോകും. And when you observe them, the disunity will evaporate. So നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നമ്മുടെ to foster unity അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹെൽപ്പ് നമുക്ക് വേണം. We need the children's help to foster the unity in our church. ഹല്ലേലൂയ. Amen. അവരുടെ ആ ബിഗർ പിക്ചർ അവർക്ക് കാണിച്ചു കൊടുക്കണം. When you show the big picture to them. സമയമില്ലാത്തതുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കാം. Let me conclude because of the lack of time. Emphasize relationship over rules in our homes. And in our homes we need to emphasize relationship over the rules. എപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമായത്. That is something that we forget. കർത്താവ് തന്നെ പറഞ്ഞു, മനുഷ്യൻ ശബത്ത് നിമിത്തമല്ല, ശബത്ത് മനുഷ്യൻ നിമിത്തമാണ് ഉണ്ടായത്. Jesus said the Sabbath was made for man, not the other way. നമ്മളിങ്ങനെ ശബത്തിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുക. Many times we are holding on to the rituals and rules. പക്ഷേ ദൈവത്തെ സംബന്ധിച്ച് റിലേഷൻഷിപ്പാണ് കൂടുതൽ But ഇമ്പോർട്ടന്റ്. God cares about relationship more than the rules. ശബത്ത് ഒരുപാട് റൂൾസ് പറയും. And the Sabbath has many rules. നമ്മളെ ഒരു ഡോൾ ഉണ്ടെന്ന് വിചാരിക്കുക. Let us say we have a doll. ആ ഡോളിന്റെ ഒരു ബട്ടൺ അമർത്തുമ്പം When you push the doll one button, അതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഡാൻസ് ചെയ്യാൻ തുടങ്ങും. and the doll start dancing and saying, I love you, I love you, I love you. And the doll says, I love you, I love you. ആ റോബോട്ട് ആ ഡോൾ ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ പറയുകയൊക്കെ ചെയ്യും. But the doll dances and says that I love you. യഥാർത്ഥ ലവ് ഉണ്ടോ? Is there a love in that doll? എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള താല്പര്യം നമ്മളോടുണ്ടോ? Is the doll has any personal relationship with you? അതിനെ അങ്ങനെ കണ്ടീഷൻ ചെയ്ത് The വെച്ചിരിക്കുക. doll is conditioned or programmed to do അല്ലാതെ that. അതിന് റിയാലിറ്റി ഒന്നുമില്ല. There is no reality in that. അപ്പൊ റൂൾസ് കൊണ്ട് നമ്മളൊരു സമൂഹം ഉണ്ടാക്കിയെടുത്താല്, But when you create a society by rules, ഒരു കുടുംബത്തെ ഉണ്ടാക്കിയെടുത്താല്, when you create a family based on rules, എല്ലാം യാന്ത്രികമായി പോകും. everything will be mechanical. ബട്ടൺ അമർത്തുമ്പോൾ പറയും I love you daddy, I love you mommy. When you push the button, they will say that I love you mom and dad. പക്ഷെ യാന്ത്രികമായിരിക്കും മുഴുവൻ. But it will be mechanical. നമ്മെ ഉണ്ടാക്കിയിരിക്കുന്നതന്നെ റിലേഷൻഷിപ്സിന് വേണ്ടിയാണ്. But God has created us to be in relationship with others. ബന്ധങ്ങളുടെ ലോകത്തിലേക്ക് നമ്മൾ പിറന്നു വീഴുന്നത് തന്നെ. We are born into this earth in the family of relationship. മാതാപിതാക്കൾ നമ്മളെ വളർത്തിയെടുക്കുകയാണ്. And the parents are raising us. അധ്യാപകർ നമ്മളെ പഠിപ്പിക്കുകയാണ്. The teachers are raising with our relationship. ഡോക്ടേഴ്സും മറ്റു മെഡിക്കൽ ആളുകളും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രയത്നിക്കുക. Doctors and others are helping us in that relationship of health. റിലേഷൻഷിപ്പ് ഇല്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. Nobody can live without relationship. റൂൾസ് ഫോളോ ചെയ്യുന്ന ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്താൽ എല്ലാം ആകത്തില്ല. And rules only bring rebellion. അപ്പൊ നമുക്ക് ലീഗലിസത്തിൽ നിന്ന് ഗ്രേസിലേക്ക് ഒരു മാറ്റം വേണം. We need to shift from legalism to grace. സഭയിൽ നമുക്ക് ലീഗലിസം അല്ല വർക്ക് ചെയ്യുന്നത്. The church does not need a legalism. ഗ്രേസിൽ നമുക്ക് വർക്ക് ചെയ്യണം. We need to operate in grace. എന്ന് പറഞ്ഞാൽ ഒരു പ്രമാണവും ഇല്ല, എല്ലാം അഴിച്ചുവിടാം, ഇഷ്ടം പോലെ വർത്തിക്കാമെന്നല്ല. That does not mean we have no rules or boundaries that anything goes. ലീഗലിസത്തിൽ നിന്ന് ദൈവത്തിന്റെ കൃപയാൽ അത് കാണിച്ചു കൊടുക്കണം നമ്മുടെ മക്കൾക്ക്. Let's escape from legalism and to show the grace of God. We need to model that to our children.
നിങ്ങളുടെ അപ്പനോട് നിങ്ങൾ എവിടെ വെച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുമെന്നൊരു മകനോട് ചോദിച്ചാൽ, If you ask a son, where do you like to talk to your father, at what place? കോർട്ട് റൂമിൽ സംസാരിക്കുന്നതാണോ ഇഷ്ടം അതോ ഡിന്നർ ടേബിൾ And സംസാരിക്കുന്നതാണോ? you ask him, do you like to talk to him in a courtroom or a dinner table? കോർട്ട് റൂമിൽ യു ആർ ജഡ്ജ്ഡ് ബൈ റൂൾസ്. In a courtroom, you are judged by certain rules. ഡിന്നർ ടേബിൾ യു ആർ വെൽക്കംഡ് ആസ് പാർട്ട് ഓഫ് ദ ഫാമിലി. എന്നാൽ ഡിന്നർ കഴിക്കുമ്പോൾ നിങ്ങൾ ഫാമിലിയുടെ ഒരു പാർട്ടായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. എങ്ങനെ സംസാരിക്കുന്നതായിരിക്കും മക്കൾക്ക് ഇഷ്ടം? So do you think which way you talking to your children? കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ക്രിമിനൽസിനോട് ഡീൽ ചെയ്യുന്ന പോലെയല്ല മക്കളോട്. Do you talk to them like you're in a court and talking to criminals? പാർട്ട് ഓഫ് ദ ഫാമിലി. They are part of the family. അവരെ സ്നേഹിച്ച് To love them. അവരോട് അങ്ങനെ ഇടപെടുവാൻ നമുക്കിടയാകണം. May God help us to deal with them that way. സമയം തീർന്നെങ്കിലും ഒറ്റ കാര്യം കൂടെ ഞാൻ Even പെട്ടെന്ന് though the time is over, I want to mention one more thing. പ്രാർത്ഥിക്കുകയും ചെയ്യണം, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യണം. You need to pray and also teach them to pray. പിന്നെ നമുക്ക് പലർക്കും ഉള്ളത് ഡ്രൈവ് ത്രൂ പ്രയറാണ്. And many of us have drive-through prayer. ഡിയർ ഗോഡ്, ഒരു കൊച്ചു പ്രാർത്ഥിച്ച, ഡിയർ ഗോഡ്, ഐ വാണ്ട് എ പപ്പി, എ ടാബ്ലറ്റ് ആൻഡ് എ ന്യൂ ഡ്രസ്. ആമേൻ. A child asked for things that she wants. Then she turned to her mom and said, okay mom, I prayed, now let's wait for 2 days like Amazon Prime. And Amazon Prime ഇനി 2 ദിവസം കഴിയുമ്പോൾ അത് വരുമെന്ന് അമ്മയോട് പറഞ്ഞു. ഇതാ പലരും പല കുടുംബങ്ങളിലും പഠിപ്പിക്കുന്നു. And that's what we teach our children. ഡ്രൈവ് ത്രൂ പ്രയർ അല്ല, ബന്ധങ്ങളിൽ അധിഷ്ഠിതമായ പ്രാർത്ഥന. And not just mere prayers for material things, but prayer that is grounded in നമ്മുടെ relationship. കുഞ്ഞുങ്ങളെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കണം, പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പിംഗ് ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കുന്നതല്ല. And you need to teach our children prayer is not giving a shopping list to God. ദൈവം എന്ന് പറയുന്ന ഒരു വെൻഡിങ് മെഷീൻ ആയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നതല്ല. Don't teach them that God is a vending machine. പ്രാർത്ഥന എന്ന് പറയുന്നത് എന്റെ ദൈവത്തെ കേൾക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ സ്നേഹിക്കുന്ന ദൈവത്തെ കേൾക്കുന്നതാ. Prayer is something that God that I love, I want to listen to him. ആ ദൈവത്തോട് ഞാൻ സംസാരിക്കുന്നു. I will talk to him. ഹല്ലേലൂയ. Amen. ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും സമയം There's a lot of things I want to touch, but there's no time. എങ്ങനെയാ നമ്മുടെ മക്കളോട് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ പ്രതികരിക്കുന്നത്? How do we respond to our children in our homes? നമ്മുടെ യങ്ങർ ഫോക്സിനോട് നമ്മുടെ ചർച്ചിൽ എങ്ങനെയാ നമ്മൾ To പ്രതികരിക്കുന്നത്? your younger children, younger people, how do we deal with നമ്മുടെ them? സ്വാധീന വലയത്തിലുള്ള ചെറുപ്പക്കാരോട് നമ്മൾ എങ്ങനെയാ How പ്രതികരിക്കുന്നത്? do we deal with the children who are in our influential circles? കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. And let us pray for the എല്ലാവരും grace. തലവണക്കിയാട്ടെ, Everybody pray. കണ്ണുകളെ അടച്ചാട്ട് ദൈവത്തോട് Close your eyes പ്രാർത്ഥിക്കാം. and pray to God. നമ്മളിൽ ആരും പൂർണ്ണരല്ല. None of us are perfect. ഞാൻ പെർഫെക്റ്റ് അല്ല. I am not perfect. എത്രയോ മിസ്റ്റേക്സ് എന്റെ ഭാഗത്ത് നിന്ന് I വന്നിട്ടുണ്ട്. have made many mistakes in my ഒരുപക്ഷെ life. നിങ്ങൾ അനേകം മിസ്റ്റേക്സ് I വരുത്തിയിട്ടുണ്ട്. know many of you made mistakes. എന്നാൽ ആ മിസ്റ്റേക്സിൽ നമുക്ക് ജീവിക്കണ്ട. But we don't want to continue to dwell in those തിരുത്തലുകൾ mistakes. വരുത്തി നമുക്ക് മുന്നോട്ട് Let പോകാം. us make corrections and move forward. ദൈവമായ കർത്താവ് നമ്മെ May സഹായിക്കുമാറാകട്ടെ. God help us to do that. നമുക്ക് പ്രാർത്ഥിക്കാം. Our Heavenly Father, we thank you for this day. Thank you for the word once again that is ministered to us, Lord. None of us are perfect, Lord. But thank you for the grace you have given us, abundant grace, even when we mess up, even when we screw up, Lord. Father, thank you for showing mercy to us. I pray that we will do the same with our children, Lord. Help us to create an environment, show the big picture, Lord. Help us to create examples of ourselves in homes. And we will build those altar back again if it is broken, and we will start worshiping you and let our people see that. Thank you for the great children you have given us, Lord. They are a gift to us, and we have responsibility to raise them for you and your kingdom, Lord. And I pray our churches will be full of such children, and they will continue to take the gospel to the next generation, Lord God. Amen. That if we have failed, we ask for forgiveness, Lord. Thank you for enabling your servant to share the word with us this morning. We thank you once again. We glorify your name. In Jesus Christ, the Lord's precious name, we pray. Amen. Amen. Thank you, sir.